ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിയ അമേരിക്കൻ നടപടി മത്സ്യ കയറ്റുമതി മേഖലയുടെ നട്ടെല്ലൊടിക്കുമെന്നാണ് ഈ രംഗത്തെ ഇടപാടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. 80,000 കോടി രൂപയുടെ മൂല്യം വരുന്ന മത്സ്യ കയറ്റുമതിയിൽ 45% അമേരിക്കയിലേക്കാണ്. ചെമ്മീൻ കയറ്റുമതിയിലും മറ്റും പുതിയ അന്താരാഷ്ട്ര വിപണികൾ കണ്ടെത്തണമെന്നും ആഭ്യന്തര ഉപഭോഗം വർദ്ധിപ്പിക്കണമെന്നും കയറ്റുമതി മേഖല ചൂണ്ടിക്കാട്ടുന്നു. കയറ്റുമതി മേഖലയിലും അനുബന്ധ മേഖലയിലും വലിയ തൊഴിൽ നഷ്ടം ഭയപ്പെടുന്നു എന്നും കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടി. ഇന്നാണ് പുതുക്കിയ പകരച്ചുങ്കം പ്രാബല്യത്തിൽ വരുന്നത്. സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ് ഇന്ത്യൻ സീ ഫുഡ് ഇൻഡസ്ട്രിക്ക്. അത് ബ്ലോ തന്നെയാണ്. ഒരു 75,000-80,000 crore അതാണ് നമ്മുടെ എക്സ്പോർട്ട്. അപ്പം അതിനകത്ത് അമേരിക്ക മാത്രം ഒരു 40-45% അമേരിക്ക മാത്രം വാങ്ങിക്കുന്ന. സോ ഇറ്റ്സ് ഹ്യൂജ്. മോർ ഓർ ലെസ് ഹാഫ് ഓഫ് അവർ മാർക്കറ്റ് വിത്ത് അമേരിക്ക. അപ്പോൾ അതിൻ്റെ നട്ടെല്ല് ഒടിയൂ എന്നുള്ളത് തീർച്ചയാണ്. സീ ഫുഡിൽ ഏകദേശം നമ്മുടെ ഒരു ഡയറക്റ്റായിട്ട് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 14 million പീപ്പിളുണ്ട്. അതുകൂടാതെ ഇൻഡയറക്ട്ലി വേറെ ഒരു 10-60-70 വെച്ച് തന്നെ 100-200 ലക്ഷം ആൾക്കാർ ഇതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട് ഡയറക്റ്റായിട്ട്. എക്സ്പോർട്ട് മാർക്കറ്റിനെ മാത്രം ബേസായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ജോലികൾ പോകുന്നുള്ളത് തീർച്ചയാണ്. ഇൻഡസ്ട്രി വിൽ റിമെയിൻ സെയിം ബിക്കോസ് ഇത് ഫുഡാണ്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറഞ്ഞാൽ 25% ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് വഹിക്കാൻ പോകുന്നില്ല. ഇപ്പം 300 രൂപയ്ക്ക് ചെമ്മീന് 300 രൂപ ഉള്ളൂ. ഇനി അതിന് താഴേക്ക് പോയാൽ ഫാമുകാർ ഇതങ്ങ് നിർത്തും ഈ പരിപാടി. അത് വേറെ വില പരിപാടിക്കും. അപ്പോൾ ആ റെസിപ്രോക്കൽ ടാക്സ് ഇൻഡയറക്ട്ലി ആഡ് ഓൺ ദ പ്രൈസ്. അപ്പോൾ ആരാ ഇത് കൊടുക്കാൻ പോണത്? അമേരിക്കയിൽ ചെമ്മീൻ വാങ്ങിച്ച് കഴിക്കുന്ന സാധാരണ ആൾക്കാരും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അങ്ങേര് വെടി പൊട്ടിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും അതിൻ്റെ എല്ലാം സഹിക്കാൻ പോണത് അമേരിക്കയിലെ ഉപഭോക്താക്കൾ മാത്രമാണ്.